ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ബേബീസിന് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം അത് ഇപ്പോൾ ഇനിയെങ്കിലും അങ്ങനെ വരുന്ന ബേബീസിനോ അമ്മമാർക്കൊക്കെ ആയിട്ട് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മളെ ബേബീസിന് 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പ്രീ ടൈം ബേബീസിൻ്റെ കെയറിനെ കുറിച്ച്, അതായത് പ്രീമച്ചുറായിട്ട് ജനിക്കുന്ന ബേബീസിനെ എങ്ങനെ കെയർ ചെയ്യണം, നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം എങ്ങനെ കെയർ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 7 വീക്സൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ബേബീസിനെയും കൊണ്ടിട്ട്, അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമുക്ക് അവർ ട്രെയിനൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ വീട്ടിൽ വന്നിട്ടും അവരെ കെയർ ചെയ്യണം. കാരണം ചില കുട്ടികൾക്ക് കുറച്ച് മാസങ്ങൾ കെയർ ചെയ്താൽ മതിയാവും, ചില ബേബീസിന് കുറച്ച് വർഷങ്ങൾ കെയർ ചെയ്യണം. എന്നാലൊക്കെ അവർ മറ്റ് നോർമൽ ബേബീസിനെ പോലൊക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ബേബീസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് സമയം കഴിയാതെ നമ്മൾ വീഡിയോയിലോട്ട് പോകട്ടോ. അപ്പോൾ ഈ പ്രീമച്ചുർ ബേബി എന്ന് പറഞ്ഞാൽ മാസം തികയാതെ സാധാരണ നമ്മൾ നോർമൽ ബേബീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 40 വീക്സ്, അത്രയല്ലെങ്കിൽ ഒരു 38, 39, 36 വീക്സിന് മുകളിൽ ജനിച്ച ബേബീസ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, സാധാ നോർമൽ ബേബീസൊക്കെ ആയിരിക്കും. പക്ഷേ 32 വീക്സ് അല്ലെങ്കിൽ 34 വീക്സിന് താഴെയുള്ള ബേബീസാണ് കേട്ടോ, അവർക്ക് കുറച്ച് ക്രിറ്റിക്കലായിരിക്കും. ഒരു 32 വീക്സ് വരെ എത്തിക്കിട്ടുക എന്നുണ്ടെങ്കിൽ ബേബീസ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ചില ബേബീസിൻ്റെ കേസിൽ വേറെ വല്ല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാം. എന്നാലും കുറേ ഈ പ്രീമച്ചുറായിട്ട് വരുന്ന ബേബീസിൻ്റെ കാര്യത്തിൽ കുറേ ക്രിറ്റിക്കൽ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ ബേബീസ് 28 വീക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ എക്സ്ട്രീം പ്രീ ടൈം ആയിരുന്നു. അപ്പോൾ അവരെ ഭയങ്കര കെയർ ആവശ്യമായിരുന്നു. ഒരു 6 വീക്സൊക്കെ അവർ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 3 പേര് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഏകദേശം 7 വീക്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും അവർ നല്ല ഹൈജീനിക്കായിട്ട് നല്ല കെയർ ചെയ്തിട്ടായിരുന്നു കേട്ടോ അവിടെ ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മൾ ഡെയിലി NICയിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവരെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ നമുക്കും അവർ ട്രെയിൻ ചെയ്തിട്ട് പറഞ്ഞു തരും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അതേപോലെ നമ്മൾ വീട്ടിൽ വന്നിട്ടും അവർ കെയർ ചെയ്യണം. അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയട്ടോ. അപ്പോൾ ഈ സെർവിക്സിൻ്റെ ലെങ്ത്ത്, അതുപോലെ ഗ്ലൂക്കോസ്, പ്രഷറിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പിന്നെ ബേബീസിന് എന്തെങ്കിലും ശ്വാസത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ബേബീസിന് പെട്ടെന്ന് പ്രീ ലേബർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാരണത്താലൊക്കെയാണ് നമ്മളെ കാര്യത്തിൽ എനിക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടും പിന്നെ പെയിൻ വന്നു. അപ്പോൾ പെയിൻ വന്നത് ഈ ഗ്ലൂക്കോസിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പോൾ അന്നത്തെ പെട്ടെന്ന് തന്നെ നമുക്ക് സിസേറിയൻ ചെയ്തിട്ട് ബേബീസിനെ പുറത്തെടുക്കുക ചെയ്തത്. അപ്പോൾ 28 വീക്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആ വീക്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ ബേബീസ് എത്ര നമ്മളെ വയറിനുള്ളിൽ നിന്നു എന്നുള്ള ആ ഒരു വീക്സ് വെച്ചിട്ടാണ് നോക്കുക. അപ്പോൾ അവർ ഒരു 34 വീക്സ് ആവുന്നവരെ അവിടെ NICയിൽ നിർത്തും. അപ്പോൾ നമ്മൾ 28 വീക്സിന്ന് പിന്നെ 34 വീക്സൊക്കെ ഒരു 6 വീക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെയൊക്കെ എന്തായാലും അവിടെ NIC തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, നമ്മളോട് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ അവരെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. 1 മിനിറ്റ്, സോറി കേട്ടോ, നമ്മൾ കോളൊക്കെ വരുന്ന ആ ഫോണിൽ തന്നെയാണ് വീഡിയോസ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു കോൾ വന്നുകൊണ്ട് കേട്ടോ വീഡിയോ ജസ്റ്റ് മിസ്സായി. അപ്പോൾ വീക്സ് വെച്ചിട്ടാണ് ഡോക്ടേഴ്സ് നമ്മളെ ബേബീസിന് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മദേഴ്സിൻ്റെ മൈൻഡ് സെറ്റാണ് കേട്ടോ. ഒരു മദറിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മളെ മദർ ഒരു സ്ട്രോങ് ആയിരിക്കണം. കാരണം നമ്മുടെ ബേബീസിന് പാല് വേണം. അപ്പോൾ പാല് വേണമെന്നുണ്ടെങ്കിൽ മദേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ടും നമ്മളെ ബേബീസ് പ്രീ ടൈം ആകുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്സും അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര ടെൻസ്ഡൊക്കെ ആയിരിക്കും. പക്ഷേ എങ്കിലും കൂടിയിട്ട് നമ്മൾ എല്ലാതും ഇപ്പോൾ ഒരു ചില കേസിലാണെന്നുണ്ടെങ്കിൽ ബേബീസിന് പ്രീ ടൈം ഡെലിവറി വേണമെന്നുള്ളത് ആ ബേബീസ്
മദേഴ്സ് അറിഞ്ഞു കാണും. കുറച്ച് മുമ്പ് തന്നെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ പ്രകാരം അറിഞ്ഞിരിക്കും. പക്ഷെ ചില കേസിൽ പെട്ടെന്ന് അർജൻറ്റായിട്ട് എമർജൻസി ആയിട്ടൊക്കെ നമുക്ക് ഡെലിവറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മദേഴ്സിന് അതിൻ്റെ ഇടയിൽ പ്രിപ്പയർ ആവാനുള്ളൊരു ടൈമൊന്നുമില്ല. അതേപോലെ പക്ഷേ നേരത്തെ അറിയണ മദേഴ്സാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഒരു മൈൻഡ് സെറ്റ് ചെയ്യാനുള്ളൊരു ടൈമൊക്കെ കാണും. അപ്പം അങ്ങനെ നമ്മളെ മൈൻഡ് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം ഇതിനെക്കുറിച്ച് കുറേ പഠിക്കണം നമ്മൾ. ഇതേപോലെ എനിക്കൊക്കെ ആ സമയത്ത് അവിടുന്ന് ഡോക്ടേഴ്സ് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ തരും. അതേപോലെ സിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൗൺസിലിങ്ങൊക്കെ നമുക്ക് മാക്സിമം അവർ തരും. പിന്നെ നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് നമുക്ക് മോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളെ മൈൻഡ് നമ്മൾ സെറ്റാക്കി നിർത്തണം. നമുക്ക് ഇങ്ങനെ ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് 3 ബേബീസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഉറക്കക്കുറവ്, റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊക്കെ കുറവായിരുന്നു. അതേപോലെ ഫീഡിങ് നമുക്ക് പാലും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട്, കാരണം അവർ ഇങ്ങനെ സക്ക് ചെയ്ത് കുടിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. കാരണം അവർക്ക് അതിനുള്ള ഒരു അവരുടെ ലെൻസൊന്നും അതിന് മെച്ചുവർ ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് പാല് പിഴിഞ്ഞെടുത്തിട്ട് വേണം അവർക്ക് കൊടുക്കണമെങ്കിൽ. പിന്നെ നമ്മൾ ബേബീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ വെയിറ്റിനനുസരിച്ചാണ് അവർക്കുള്ള ഫീഡ് കൊടുക്കുക, എത്ര ml ആണ് എന്നുള്ളതും എത്ര അവേഴ്സ് ഇടവിട്ടിട്ടാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡോക്ടേഴ്സ് നമ്മൾ പറഞ്ഞു തരും. അവർക്കുള്ള വെയിറ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതൊക്കെ വരിക. സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിട്ടുള്ള ബേബീസിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബർത്ത് ടൈമൊക്കെ തൊട്ടിട്ട് അവർക്ക് ഒരു 30 ml ഒക്കെ ഫീഡ് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രീമച്ചർ ആയിട്ടുള്ള ബേബീസിനൊക്കെ ഫസ്റ്റ് അവർ 1 ml 2 ml 3 ml അങ്ങനെ കൊടുത്ത് അവർ ടോളറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ അളവ് കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം എന്തായാലും നമ്മൾ ഡിസ്ചാർജ് ആക്കുന്ന സമയത്ത് അവരതൊക്കെ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ എത്ര ml എത്ര അവേഴ്സ് ഇടവിട്ടിട്ട് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഇപ്പോൾ നോർമൽ ഡെലിവറി ആയിട്ടുള്ള നോർമൽ ബേബീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വിശക്കുന്ന സമയത്ത് അവർ കരഞ്ഞിട്ട് കുടിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു പ്രീമച്ചർ ബേബീസിന് വെയിറ്റ് ഗെയിനൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു ടൈം, ഒരു അവർ പറയും. നമ്മളെ കേസിലാണെന്നുണ്ടെങ്കിൽ 2 അവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബേബീസിന് അവർ ഫീഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഉറങ്ങുകയാണെങ്കിൽ പോലും അവർ ഉണർത്തിയിട്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബേബീസിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ പെട്ടെന്ന് അവർക്ക് ഈ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സിനൊന്നും അലോഡ് ആക്കാതിരിക്കുക. നമ്മളിവിടെ പകലാണ് വീഡിയോസ് എടുക്കുക, ബേബീസ് ഉറങ്ങുന്ന സമയത്ത് എടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അതേപോലെ നമ്മൾ അവർക്ക് ഹൈജീനിക്കായിട്ട് നമ്മൾ ഒരാളെ അങ്ങനെ, പക്ഷെ നമ്മളെ കേസിലൊക്കെ നമ്മൾ അങ്ങനെ വിസിറ്റേഴ്സൊന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളെ ബേബീസിന് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതേപോലെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഹാൻഡ് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ബേബീസിനെ എടുക്കാനും അവർക്ക് ഫീഡ് ചെയ്യാനൊക്കെ. പിന്നെ മാക്സിമം മദേഴ്സ് തന്നെ നമ്മളെ ബേബീസിനെ എടുക്കാനും കെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. പക്ഷേ എൻ്റെ കേസിൽ 3 പേരായതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരാളെ ഹെൽപ്പും കൂടെ ആവശ്യമായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ 1 or 2 പേര് മാത്രം ബേബീസിനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെടുക്കാൻ ശ്രമിക്കട്ടോ. പിന്നെ അതേപോലെ അവരുടെ ഡ്രസ്സും അവരെ ഫീഡിങ് ബോട്ടിലൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസർ മെഷീനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ തിളച്ച വെള്ളത്തിലൊക്കെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ടൊക്കെ മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അതേപോലെ എന്താ പറയുക, ഡ്രസ്സും ഒക്കെ നന്നായിട്ട് തന്നെ വെയിൽ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഉണക്കിയിട്ടൊക്കെ കെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. പിന്നെ അതേപോലെ ഫാൻ യൂസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ചില ബേബീസിനൊക്കെ ചില ഡോക്ടേഴ്സൊക്കെ പറഞ്ഞെന്ന് പറയും. പക്ഷെ നമ്മുടെ കേസിൽ അങ്ങനെ അധികം അവർ ഫാൻ ഇല്ലാതെ എങ്ങനെയായാലും നമുക്കും ബേബീസിനും നിൽക്കാൻ സാധ്യത കുറവാണ്. കാരണം
എന്താണ് ബേബീസിന് നല്ലതുപോലെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യണം. പക്ഷേങ്കിലും കൂടിയിട്ട് അവർ നല്ല ടർക്കിയിലൊക്കെ പൊതിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിലൊക്കെ വെച്ചിട്ട് വേണം, ഡ്രസ്സൊക്കെ ഇട്ട് വേണം അവർ കിടത്താൻ വേണ്ടിയിട്ട്. നല്ല ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യണം, നല്ല വെയിറ്റ് ഗെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഫാൻ ചെറിയ സ്പീഡിലൊന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നിങ്ങളെ ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ബേബീസിന് ഈ പ്രീ ടൈമായിട്ട് ജനിക്കുന്ന ബേബീസിന് ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മളെ ബേബീസിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ഓക്കെ ആയതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത് കേട്ടോ. എന്നാലും കൂടിയിട്ട് അവർ ആ ഒരു ശ്വാസം എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഇതുണ്ട് കേട്ടോ. നമ്മളിടയ്ക്ക് ഇങ്ങനെ അവരെ വാച്ച് ചെയ്യണം. അവരെ ഈ ശ്വാസം എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണം കേട്ടോ. എങ്ങനെയെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ ഫീഡിങ്ങിൻ്റെ കാര്യം, അവരെ ലങ്സ് മെച്യൂരിറ്റി എത്താൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അവർക്കിങ്ങനെ ശക്തി പ്രയോഗിച്ചിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് ഫീഡിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 hours വെച്ചിട്ട് അവർക്ക് ഡയറക്റ്റ് ഫീഡ് കൊടുക്കുക. അല്ലാത്ത സമയത്ത് നമ്മൾ ഈ പാലട പോലത്തുള്ള സംഭവം നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിലാണ് കൊടുക്കുക. നമ്മൾ ഒന്നുകിൽ ഫോർമുലേനേക്കാളും ബെറ്റർ നമ്മൾ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫീഡ് തന്നെ കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആവാനും അത് നല്ലപോലെ തന്നെ യൂസ് ആവട്ടെ. കാരണം നമ്മളിങ്ങനെ അതിങ്ങനെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂടിട്ടോ. കാരണം നമ്മുടെ ബേബീസ് ഒരുപാട് സമയം സക്ക് ചെയ്ത് കുടിക്കുന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ ചാൻസ് കൂടുതലാട്ടോ. പിന്നെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം വേണമെങ്കിൽ നമുക്ക് ഫോർമുല നമ്മൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് മാത്രം, അവരോട് ചോദിച്ചിട്ട് മാത്രം നമ്മൾ ഈ പ്രീമച്ചുറായിട്ടുള്ള ബേബീസിനൊക്കെ പ്രത്യേകമുള്ള ഫോർമുല ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ മറ്റുള്ള ബേബീസിന് ആ അമ്മമാർ അതാണ് കൊടുക്കുന്നത്, ഈ അമ്മമാർ ഇതാണ് കൊടുക്കുന്നത് പറഞ്ഞിട്ട് അതൊന്നും നമ്മളെ ബേബീസിന് കൊടുക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ നമുക്ക് ഈ പ്രീമച്ചുറായിട്ടുള്ള ബേബീസിനായിട്ടുള്ള ഒരു ഫോർമുല തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെ പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് മാത്രം കൊടുക്കുക. നമ്മളെ കേസിൽ നമ്മൾ സിമിലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുല ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ പീഡിയാട്രീഷ്യനോട് തന്നെ ചോദിച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ ഇവർ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെ ശ്വാസം എടുക്കാനൊക്കെ മറന്നു പോകും. കാരണം അവർ ബ്രെയിനൊന്നും അതിന് മാത്രമുള്ള ഡെവലപ്മെൻറ്റ് ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് വാച്ച് ചെയ്യണം കേട്ടോ. പക്ഷെ അതൊക്കെ ഓക്കെ ആയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വിടുള്ളൂ. എന്തെങ്കിലും കൂടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് അത് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ ബാത്തിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ കുളിപ്പിക്കേണ്ടത് സാധാരണ നമ്മൾ വെയിറ്റ് കുറഞ്ഞ ബേബീസിനെ നമ്മൾ കുളിപ്പിക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ നല്ലപോലെ വൈപ്സൊക്കെ യൂസ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ കോട്ടൺ ക്ലോത്തൊക്കെ മുക്കിയിട്ടൊക്കെ നമ്മൾ നല്ലപോലെ അവരെ വൈപ്സ് ചെയ്ത് ക്ലീൻ ചെയ്ത് എപ്പോഴും ഹൈജീനിക് ആയിട്ട് ഇരുത്തണുണ്ട്. പക്ഷെ നമ്മൾ ചില ബേബീസിന് കുറച്ചൊക്കെ വെയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളോട് കുളിപ്പിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ചൂടുവെള്ളത്തിലാണെങ്കിലും കുളിപ്പിക്കൽ കൂടിയിട്ടും നമ്മൾ അവർക്ക് അവരെ തുടയ്ക്കാനുള്ളതും അതുപോലെ തന്നെ നമ്മൾ അവരെ പൊതിയാനുള്ള ആ ഒരു ടർക്കിയും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ വെക്കുക. കാരണം അത്രക്കും അവരെ തണുപ്പ് ഇതാവാൻ പാടില്ല. അത്രക്കും നമ്മൾ അവരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിൽ പൊതിഞ്ഞിട്ട് തന്നെ സൂക്ഷിക്കണം കേട്ടോ. നമ്മളെ ബേബീസിന് അങ്ങനെ നമ്മൾ കെയർ ചെയ്യണം. പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണോ കംഫർട്ട്, നമ്മൾ ഈ പ്രീമച്ചർ ബേബീസ് ആകുമ്പോൾ കമഴ്ത്തി കിടത്തുന്നതാണ് അവർക്ക് കൂടുതലും കംഫർട്ട് ആവുക. അവർക്ക് ശ്വാസം എടുക്കാനൊക്കെ ഏറ്റവും ഈസി അതാണ് കേട്ടോ. പക്ഷേ എങ്കിലും കൂടിയിട്ട് നമ്മളെ ചില ബേബീസിന് കമഴ്ത്തി കിടക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് തന്നെ കിടത്തുക. പിന്നെ നമ്മളെ ബേബീസിന് ഈ പ്രീമച്ചുറായിട്ടുള്ള ബേബീസിന് KMC എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമ്മൾ NICയിലുള്ള സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏറ്റവും നല്ല ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. KMC കങ്കാരു മദർ കെയർ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ കേസിൽ കങ്കാരു ഫാദർ കെയറും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 3 പേരായതുകൊണ്ട്. പക്ഷെ കങ്കാരു മദർ കെയർ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര മദറും ഈ ബേബി ആയിട്ടുള്ള ബോണ്ടിങ്ങിനും അതേപോലെ ഈ അവരെ ബോഡി ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ഗെയിനും നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആവാനൊക്കെ ഏറ്റവും നല്ല ഒരു സംഭവമായിട്ട് അത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഭയങ്കര ലാഗായി പോകട്ടെ.
പിന്നെ അതേപോലെ അവരെ സ്കിന്നിൻ്റെ കെയർ, കാരണം നമ്മൾ പ്രീമച്ചറായിട്ടുള്ള ബേബീസിന് സ്കിന്നൊക്കെ ഭയങ്കരമായിട്ടും ചുളിഞ്ഞിട്ടായിരിക്കൊക്കെ ഉണ്ടാവുക. ചില ബേബീസിന് ഡ്രൈ സ്കിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള നമ്മൾ മദേഴ്സ് എന്തായാലും ഡ്രൈ സ്കിൻ ആകുമ്പോൾ നമ്മൾ നല്ല ക്രീമും കാര്യങ്ങളും ലോഷനൊക്കെ യൂസ് ചെയ്യും. പക്ഷേ എങ്കിലും കൂടിയിട്ട് അത് നമ്മളെ പീഡിയാട്രീഷ്യനെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് മാത്രം നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. കാരണം അവർ സ്കിന്ന് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലോഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബേബീസിന് വേറെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മളെ കേസിൽ നമ്മളെന്തൊരു അറ്റോഗ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമായിരുന്നു കേട്ടോ ആ സമയത്ത് യൂസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമ്മളെ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യാം. പിന്നെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മളെ ബേബീസിനെ മറ്റൊരു ബേബീസായിട്ട് നോർമലായിട്ടുള്ള ബേബീസായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അവർക്ക് ആ ഫീഡാണ്, ആ ഒരു ഫോർമുലയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലോഷനാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ ബേബിക്കും ഞാനത് യൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഓടാതിരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ബേബീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മളെ ബേബീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ട്. അസ്സലാമു അലൈക്കും.